തമിഴ്നാട്ടിലെ നടൻ വിജയനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ എന്നൊരു വ്യക്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 600 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ്, ഞാനിപ്പോ ഇവിടെ കാണിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അന്ന് മാധ്യമങ്ങളൊക്കെ വലിയൊരു കൊട്ടിയാഘോഷിച്ചിട്ട് ഒരു വാർത്തയായിരുന്നു. അതായത് നടൻ വിജയനെ കാണാൻ വേണ്ടി പാലക്കാടിൽ നിന്ന് തന്നെ ഒരു വ്യക്തി 600 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു പോകുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു തരംഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അറിഞ്ഞു കേട്ടത് അദ്ദേഹം പോയി വിജയനം കണ്ടിട്ടില്ല, വിജയനോടൊപ്പം ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അന്നേ ഞാനൊക്കെ മനസ്സിലാക്കി ഇതൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം. തട്ടിപ്പാണെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം അവിടെ പോയി വിജയനെ കണ്ടു, വിജയനോടൊപ്പമുള്ള ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു എന്നൊക്കെ അന്ന് അവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് അദ്ദേഹം പറഞ്ഞു അത് പുറത്തുവിടാനായിട്ടില്ല എന്നാണ്. ഏകദേശം 1 മാസത്തിലേറെയായി ഈ കാര്യം കഴിഞ്ഞിട്ട് ഇന്നും അദ്ദേഹം വിജയനോടൊപ്പമുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വാരിയിൽ തന്നെ ഇട്ടിട്ടില്ല എന്നതാണ്. അപ്പൊ ഇതിന് പബ്ലിസിറ്റി അനാവശ്യമായിട്ട് 24 റിപ്പോർട്ടർ ചാനൽ ഇതുപോലെയുള്ള പ്രമുഖ ചാനലുകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തെ റിപ്പോർട്ട് ചെയ്തത്, വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ പല ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ സെലിബ്രിറ്റി എന്നുള്ള ഒരു പരിവേഷം കൂടി ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്നുള്ള കാര്യം അത് മറ്റുള്ള രീതിയാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കാനൊന്നല്ല ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ അദ്ദേഹം ഒരു വിഡ്ഢിയാക്കി എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ പറഞ്ഞത് ഞാൻ അങ്ങനെ വിജയനെ കണ്ടിട്ടുമില്ല, വിജയനോടൊപ്പമുള്ള ഒരു ഇതും ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. അങ്ങനെ വിജയനെ കണ്ടതാണെങ്കിൽ തന്നെ ഇപ്പോ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ യാത്രയെ കൊട്ടിയാഘോഷിച്ച രീതിയിലാണെങ്കിൽ വിജയനെ കണ്ടെങ്കിൽ തന്നെ തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ പ്രമുഖ ചാനലുകളൊക്കെ അതൊരു വാർത്തയാക്കി കൊണ്ടുവരുമായിരുന്നല്ലോ, വിജയനോടൊപ്പമുള്ള ഫോട്ടോസുകളും അല്ലെങ്കിൽ വീഡിയോസുകളും ഒക്കെ. പക്ഷെ അന്ന് ആൾക്കാരെ ഇദ്ദേഹം ഒരു വിഡ്ഢിയാക്കി മാറ്റി. അതായത് ഇദ്ദേഹത്തിനെ പലവരും വിശ്വസിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലവരും വിശ്വസിച്ച്, പക്ഷെ മഹാഭൂരിപക്ഷം പേരും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ചില്ല എന്നാണ്. വളരെ ചുരുക്കം പേര് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു. അതായത് വിജയനെ കണ്ടു, കാൽനടയായി പോയി വിജയനെ കണ്ടു, അദ്ദേഹം പോയി ഒരു ആപ്പിള് സമ്മാനമായി കൊടുത്തു, അത് ആപ്പിള് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുറിച്ച് അദ്ദേഹത്തിന്റെ അച്ഛനക്ക്, അമ്മക്കും, സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഇവർക്ക് കൊടുക്കും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇത്. അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഒരു വീഡിയോ. ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിനെ പറഞ്ഞവരൊക്കെ ഇപ്പൊ ശശിയായി എന്നാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനിത് ഇദ്ദേഹത്തിനെ അപമാനിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ രീതിയിലല്ല, പരിഹസിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല. പക്ഷെ ജനങ്ങളെ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പ്രമുഖ വാർത്താ ചാനലുകളുടെ റിപ്പോർട്ടർമാരെയൊക്കെ ഒരു വിഡ്ഢിയാക്കി എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം.